ഇംഗ്ലീഷിൽ എപ്പോഴാണ് ഈ ഹാവും ഡൂവും ഒരുമിച്ച് വരുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഹാവും ഡൂവും മാത്രമല്ല കേട്ടോ, ഹാവും ഡസും ഹാവും ഡിഡും എല്ലാം ഇങ്ങനെ ഒന്നിച്ച് വരാറുണ്ട്. ഇതിൽ ചിലത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, പക്ഷെ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം എന്നില്ല. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും അതല്ല ഒരു അഡ്വാൻസ്ഡ് ലേണർ ആണെങ്കിലും ഇന്നത്തെ ലെസൺ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണൂ. എന്നിട്ട് അവസാനം ഒരു ഷോർട്ട് ക്വിസ് ഉണ്ട്, അതും ആൻസർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഞാൻ മലയാളത്തിലൊരു സെൻറ്റൻസ് പറയാം. എനിക്ക് ഒരു ചേച്ചിയുണ്ട്. അത് നിങ്ങളൊന്ന് ഇംഗ്ലീഷിലാക്കൂ. ഐ ഹാവ് എ സിസ്റ്റർ. അങ്ങനല്ലേ? ഇനി ഞാൻ പറയുന്നത് എനിക്ക് 2 ചേച്ചിമാരുണ്ടെന്നാണ്. അപ്പോൾ എന്ത് പറയും? ഐ ഹാവ് 2 സിസ്റ്റേഴ്സ്. അപ്പോൾ എനിക്കുള്ളത് ഒരു ചേച്ചിയാണെങ്കിലും 2 ചേച്ചിമാരാണെങ്കിലും സെൻറ്റൻസ് തുടങ്ങിയത് എങ്ങനെയാണ്? ഐ ഹാവ് എന്ന് പറഞ്ഞ് തന്നെയാണ്. കാരണം ഞാനിവിടെ പറയുന്നത് എന്നെ പറ്റിയാണ്. ഐ, ഞാൻ, അതാണ് സബ്ജക്റ്റ്. ഐ കഴിഞ്ഞാൽ ഹാവ് ആണ് വരിക. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സെൻറ്റൻസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് കേട്ടോ വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയുകയാണ് ഞാൻ എന്നും ചായ കുടിക്കാറുണ്ട്, ഞങ്ങൾ എന്നും TV കാണാറുണ്ട്, എനിക്കൊരു സഹോദരനുണ്ട് എന്ന് പറയുന്ന സെൻറ്റൻസസ് എല്ലാം പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണ് വരുന്നത്. അപ്പോൾ ഈ സെൻറ്റൻസിൽ വേർബ് ശ്രദ്ധിച്ചോ? ഐ ഹാവ് എ സിസ്റ്റർ. ഹാവ് എന്നതാണ് വേർബ്, ക്രിയ. അത് മാത്രമാണല്ലോ വേർബ് ഇവിടെ. അപ്പോൾ ഇതിനെ നമ്മൾ വിളിക്കുന്നത് മെയിൻ വേർബാണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ചേച്ചിയുണ്ട്. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ചോദിക്കുകയാണ് എന്നോട്, നിങ്ങൾക്കൊരു ചേച്ചിയുണ്ടോ എന്ന്. അപ്പോൾ ആ ചോദ്യം എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? ഇവിടെ നമ്മൾ ഹാവ് യു എ സിസ്റ്റർ എന്ന് ചോദിച്ചാൽ പോരാ. ഇവിടെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് 3 വാക്കുകളിൽ ഒന്നിൻ്റെ സഹായം ആവശ്യമാണ്. ഏതൊക്കെയാണെന്നറിയോ 3 വാക്കുകൾ? ഡു, ഡസ്, ഡിഡ്. അപ്പോൾ ഇവിടെ ഐ ഹാവ് എ സിസ്റ്റർ എന്ന ഈ സെൻറ്റൻസിൽ ഒരു ചോദ്യം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഡു ആണ്. അപ്പോൾ ചോദ്യം എങ്ങനെ വരും? ഡു യു ഹാവ് എ സിസ്റ്റർ? നിങ്ങൾക്ക് ഒരു ചേച്ചിയുണ്ടോ? ഡു യു ഹാവ് എ സിസ്റ്റർ എന്നാണ് ചോദ്യം വന്നത്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? കണ്ടല്ലേ ഇവിടെ ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ഡൂവും ഹാവും കൂടി വന്നിരിക്കുന്നതെന്ന്. ഇനി ഈ സംസാരം എല്ലാം കേട്ടുകൊണ്ടിരുന്ന 3ാമതൊരാളിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ചേച്ചിയുണ്ടല്ലേ, ഞാനോർത്ത് ചേട്ടൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് അവിടെ ഒരു എംഫസിസ് കൊടുത്തുകൊണ്ട് പറയണം, സ്ട്രെസ് ചെയ്ത് പറയണം, എനിക്ക് ചേച്ചി ഉണ്ടെന്നേ എന്ന്. അപ്പോൾ അത് ഞാനിങ്ങനെ ഇംഗ്ലീഷിൽ പറയും, ഐ ഡു ഹാവ് എ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ കണ്ടോ ഡൂവും ഹാവും കൂടി ചേർന്ന് വന്നത്? ഐ ഡു ഹാവ് എ സിസ്റ്റർ. അപ്പോൾ അവിടെ ഒരു ഊന്നൽ കൊടുത്ത് പറയാനാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. ആ ഡൂവിന് നമ്മളൊരു പേരും വിളിക്കും, എംഫാറ്റിക് ഡൂ എന്നാണ് അതിനെ വിളിക്കുക. ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഇത് നെഗറ്റീവ് ആക്കണമെങ്കിലോ, എനിക്ക് ചേച്ചി ഇല്ല എന്നാണ് പറയേണ്ടതെങ്കിൽ ഞാൻ എന്ത് പറയും? ഒരു നോട്ട് അവിടെ ചേർത്താൽ മതി. എവിടെ? ഡു കഴിഞ്ഞ്. ഐ ഡു നോട്ട് ഹാവ് എ സിസ്റ്റർ. ഇത് സ്പോക്കൺ ഇംഗ്ലീഷിൽ ഇങ്ങനെ ഐ ഡു നോട്ട് എന്നൊന്നും നമ്മൾ പറയില്ല. ഒന്ന് ചുരുക്കി പറഞ്ഞാൽ മതി, ഐ ഡോണ്ട് ഹാവ് എ സിസ്റ്റർ എന്ന് പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ, ഞങ്ങൾക്ക് ഒരു കാറുണ്ട്. ഇംഗ്ലീഷിൽ വി ഹാവ് എ കാർ. ഇത് കേട്ടപ്പോൾ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കാറുണ്ടോ? അയാൾക്കൊരു വിശ്വാസമാവാത്ത പോലെ. അപ്പോൾ അവിടെ നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയാണ്, ഞങ്ങൾക്ക് കാർ ഉണ്ടെന്നേ എന്ന്. എങ്ങനെ പറയുക? വി ഡു ഹാവ് എ കാർ. നിങ്ങൾക്ക് കാർ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. ഡു യു ഹാവ് എ കാർ എന്നാണ് ചോദ്യം വരിക അല്ലേ? അവിടെ ഡൂവും ഹാവും ചേർന്ന് വന്നു കേട്ടോ. ഇനി ഞങ്ങൾക്ക് കാർ ഇല്ല എന്നെങ്ങനെ പറയും? വി ഡു നോട്ട് ഹാവ് എ കാർ. അല്ലെങ്കിൽ അത് ഷോർട്ട് ഫോം ആക്കി പറഞ്ഞാൽ മതി, വി ഡോണ്ട് ഹാവ് എ കാർ എന്ന്. ഇനി ഒരെണ്ണം കൂടെ നോക്കാം. അവർക്ക് ഇന്നൊരു മീറ്റിംഗ് ഉണ്ട്. ദേ ഹാവ് എ മീറ്റിംഗ് ടുഡേ. അപ്പോൾ ആരെങ്കിലും പറയുകയാണെ അവർക്കിന്ന് മീറ്റിംഗ് ഒന്നും ഇല്ലെന്നേ എന്ന് പറഞ്ഞാൽ അവർക്ക് മീറ്റിംഗ് ഇന്നുണ്ട് എന്നെങ്ങനെ പറയുക? ദേ ഡു ഹാവ് എ മീറ്റിംഗ് ടുഡേ. ഇനി അവർക്കിന്ന് മീറ്റിംഗ് ഉണ്ടോ എന്നെങ്ങനെ ചോദിക്കും? ഡു ദേ ഹാവ് എ മീറ്റിംഗ് ടുഡേ എന്നാണ് ചോദ്യം വരിക. അവർക്ക് മീറ്റിംഗ് ഇല്ല എന്നെങ്ങനെ പറയും? ദേ ഡോണ്ട് ഹാവ് എ മീറ്റിംഗ് ടുഡേ എന്നാണ് ആ നെഗറ്റീവ് സെൻറ്റൻസ് വരുന്നത്. അപ്പോൾ അവിടെ കണ്ടല്ലോ, ഡോണ്ട് ഹാവ്, ഡു നോട്ട് ഹാവ് എന്നാണ് ഈ പറഞ്ഞത് കേട്ടോ. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ, മുൻപ് നമ്മൾ കണ്ടൊരു ചോദ്യമാണിത്, അവർക്ക് കാർ ഉണ്ടോ? ഡു ദേ ഹാവ് എ കാർ? അപ്പോൾ ഇതിനെങ്ങനെയാണ് ഒരു ഷോർട്ടായിട്ട് ആൻസർ പറയുക? എന്ന് വെച്ചാൽ മലയാളത്തിൽ നമ്മൾ പറയില്ലേ ഉണ്ട് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയും? അതിന് പറയുന്നത് യെസ് ദേ ഡു എന്നാണ് കേട്ടോ. യെസ് ദേ ഹാവ് എന്നല്ല. ഈ ഡു എവിടെ നിന്നാണ് വന്നേ? ആ ചോദ്യം കണ്ടോ, ഡു ദേ ഹാവ് എ കാർ. ഡു വെച്ചാണ് ചോദ്യം തുടങ്ങിയത് അല്ലേ? ആ ഡു ആണ് നമ്മൾ ഷോർട്ട് ആൻസർ ഉപയോഗിക്കുന്നത്. യെസ് ദേ ഡു. ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ പറയുമായിരുന്നു? നോ ദേ ഡോണ്ട്. അങ്ങനെയാണ് ആ ഷോർട്ട് ആൻസർ വരുന്നത് കേട്ടോ. അതുപോലെ ഒരെണ്ണം കൂടെ നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് എന്നാണ് ചോദ്യം. ഉണ്ട് എങ്ങനെ പറയും? യെസ് ഐ ഡു. യെസ് ഐ ഹാവ് അല്ല. ഇല്ല എന്നെങ്ങനെ പറയും? നോ ഐ ഡോണ്ട്. കണ്ടല്ലോ, നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞ പോലെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഒരുമിച്ച് എഴുതി കാണിക്കാം കേട്ടോ. നോക്കൂ,
ഡു യു ഹാവ് എ കാർ? ഡു ദേ ഹാവ് എ മീറ്റിംഗ്? ഒരെണ്ണം കൂടെ ഞാൻ പറയാം. നിങ്ങളുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ടോ? ഡു ഐ ഹാവ് യുവർ നമ്പർ? കണ്ടല്ലോ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? യു, ദേ, ഐ, വി ഒക്കെയാണ്. അത് കഴിഞ്ഞ് വരുന്നത് ഹാവ് ആണ്. അതായത് സെൻറ്റൻസ് പ്രസൻറ്റ് സിമ്പിൾ ടെൻസിലാണെങ്കിൽ അവിടെ ഐ, വി, യു, ദേ എല്ലാം കഴിഞ്ഞ് വരുന്നത് വേർബിൻ്റെ ബേസ് ഫോം ആയിരിക്കും. അവിടെ എസ് ചേർന്നിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പറയാം, ഞാൻ കഴിക്കാറുണ്ട്, ഐ ഈറ്റ്. ഞങ്ങൾ ഡ്രൈവ് ചെയ്യാറുണ്ട്, വി ഡ്രൈവ്. എനിക്ക് ഒരു ബ്രദറുണ്ട്, ഐ ഹാവ് എ ബ്രദർ. പക്ഷെ എപ്പോഴും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല കേട്ടോ. ഇപ്പോൾ സബ്ജക്റ്റ് ഹീ, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ, അതായത് നമ്മൾ അവൻ, അവൾ, അത് അങ്ങനെ ആരെങ്കിലും പറ്റിയാണ് പറയുന്നതെങ്കിൽ അവിടെ വേർബിൻ്റെ ബേസ് ഫോമാണ് വരിക. പക്ഷെ അവിടെ എസ് കൂടെ ചേർത്തിട്ടുണ്ടാവണം. അപ്പോൾ ഞാൻ പറയും ഹീ ഈറ്റ്സ്, ഷീ ഡ്രൈവ്സ്. അപ്പോൾ ഹാവിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യും? ഹാവ്സ് എന്ന് നമ്മൾ പറയില്ല. ഹാവിൻ്റെ കൂടെ എസ് ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഹാസ്. അപ്പോൾ ഹീ ഹാസ്, ഷീ ഹാസ് എന്നൊക്കെയാണ് പറയുക. ഇനി നമുക്ക് അങ്ങനെ കുറച്ച് സെൻറ്റൻസസ് നോക്കാം. അവൾക്ക് ഒരു കാറുണ്ട്, ഷീ ഹാസ് എ കാർ. അവൾ, ഷീ ഒരാളാണ്, അതുകൊണ്ട് ഷീ ഹാസ് എ കാർ. ഇനി എനിക്ക് ചോദിക്കണം അവൾക്കൊരു കാറുണ്ടോ എന്ന്. അപ്പോൾ ആ ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഹെൽപ്പിംഗ് വേർബിൻ്റെ ആവശ്യമുണ്ട്. ഏതുപയോഗിക്കും? ഡു ആണോ, ഡസ് ആണോ, ഡിഡ് ആണോ? ഇവിടെ നമ്മൾ ഡസ് ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ഇവിടെ സബ്ജക്റ്റ് ഷീ ആണ്, ഷീ ഹാസ് എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഹെൽപ്പിംഗ് വേർബും ഡസ് ആയിരിക്കണം. അപ്പം എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ. ഡസ് ഷീ, ശ്രദ്ധിക്കൂ, ഹാവ് എ കാർ? ഡസ് ഷീ ഹാസ് എ കാർ എന്നല്ല ഞാൻ ചോദിച്ചത്. കാരണം ഈ ഡസ് എന്ന് പറയുന്നിടത്ത് തന്നെ നമ്മൾ എസ് ചേർത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡസ് ഷീ കഴിഞ്ഞ് വരുന്നത് എസ് ചേരാത്ത ആ ബേസ് ഫോം ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഹാവ് ഉപയോഗിച്ചത്. ഹാവിൻ്റെ കൂടെ എസ് ചേരുമ്പോഴാണല്ലോ ഹാസ് വരുന്നത്. ഇവിടെ ഡസിന് ശേഷം ഹാസ് എന്ന് പറയുന്നത് തെറ്റാണ്. ഡസ് ഷീ ഹാവ് എ കാർ? അപ്പം ഇനി എനിക്ക് പറയണം അവൾക്ക് കാർ ഉണ്ടെന്നേ എന്ന്. ആ ഒരു എംഫസിസ് കൊടുത്ത് പറയണം. എന്ത് പറയും? ഷീ ഡസ് ഹാവ് എ കാർ. അവൾക്ക് കാർ ഇല്ല എന്നെങ്ങനെ പറയും നെഗറ്റീവായിട്ട്? ഷീ ഡസൻറ്റ് ഹാവ് എ കാർ എന്നാണ് നെഗറ്റീവ് സെൻറ്റൻസ് വരുന്നത്. ഇനി അടുത്ത സെൻറ്റൻസ് നോക്കൂ. അവന് 2 നായകളുണ്ട്, ഹീ ഹാസ് 2 ഡോഗ്സ്. ഇനി അവന് 2 നായകളുണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുക? ഡസ് ഹി ഹാവ് 2 ഡോഗ്സ്? അവന് 2 നായകളില്ല എന്നെങ്ങനെ പറയും? ഹി ഡസൻറ്റ് ഹാവ് 2 ഡോഗ്സ്. കണ്ടോ, അത് ഹി ഡസൻറ്റ് ഹാവ് 2 ഡോഗ്സ് എന്നാണ് കേട്ടോ വന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഒരെണ്ണം കൂടെ പറയാം. അവൾക്ക് നാളെ ഒരു എക്സാം ഉണ്ട്, ഷീ ഹാസ് എൻ എക്സാം ടുമോറോ. അവൾക്ക് നാളെ പരീക്ഷയുണ്ടോ? ഡസ് ഷീ ഹാവ് എൻ എക്സാം ടുമോറോ? അപ്പോൾ ഒരു കാര്യം, ഇതിനെങ്ങനെയാണ് ഷോർട്ട് ആൻസർ പറയുക? ഉണ്ട്, അതായത് അവൾക്ക് പരീക്ഷയുണ്ട്. ഇതെങ്ങനെയാണ് ഷോർട്ടായിട്ട് പറയുക? യെസ് ഷീ ഡസ്. കാരണം ഇവിടെ കണ്ടല്ലോ ചോദ്യം എങ്ങനെ തുടങ്ങിയത്? ഡസ് വെച്ചായിരുന്നു. അതാണ് ഇവിടെ നമ്മൾ ഷോർട്ട് ആൻസറിൽ ഉപയോഗിക്കുന്നത്. യെസ് ഷീ ഡസ്. യെസ് ഷീ ഹാസ് അല്ല കേട്ടോ. ഇനി അവൾക്ക് പരീക്ഷ ഇല്ലയെന്ന് എങ്ങനെ പറയും ഷോർട്ടായിട്ട്? നോ ഷീ ഡസൻറ്റ്. മനസ്സിലായല്ലോ അതെങ്ങനെയാണ് ഷോർട്ട് ആൻസേഴ്സ് ഫോം ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ എപ്പോഴാണ് ഈ ഹാവിൻ്റെ കൂടെ ഡസ് വരുന്നതെന്ന്. സബ്ജക്റ്റ് ഒരാളാണെങ്കിൽ, അതായത് ഹീ, ഷീ, ഇറ്റ് ഒക്കെ ആണെങ്കിൽ അവിടെ ഹാവിൻ്റെ കൂടെ ഡസ് ആണ് ചോദ്യം ചോദിക്കാനും നെഗറ്റീവ് ആക്കാനും എല്ലാം നമ്മൾ ഉപയോഗിച്ചത്. ഇനി നമുക്ക് കാണാനുള്ളത് എങ്ങനെയാണ് ഈ ഹാവിൻ്റെ കൂടെ ഡിഡ് വരുന്നതെന്നാണ്. നോക്കാം. സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ഞങ്ങൾക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു. കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ വി ഹാഡ് എ പാർട്ടി യെസ്റ്റർഡേ. കേട്ടല്ലോ, വി ഹാഡ് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് പാസ്റ്റ് ടെൻസിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്കൊരു ചോദ്യം ചോദിക്കണം. നിങ്ങൾക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നോ എന്ന്. അപ്പോൾ ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഇവിടെയും ഹെൽപ്പിംഗ് വേർബ് വേണം. ഏതുപയോഗിക്കുക? ഡു ആണോ, ഡസ് ആണോ, ഡിഡ് ആണോ? ഉറപ്പാണല്ലോ ഡിഡ് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ചോദ്യം വരിക? ഡിഡ് യു ഹാവ് എ പാർട്ടി യെസ്റ്റർഡേ? അവിടെയാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. ഡിഡ് യു കഴിഞ്ഞ് ഹാഡ് എന്നല്ല ഞാൻ പറയുന്നത്. ഡിഡ് യു ഹാവ് എ പാർട്ടി യെസ്റ്റർഡേ? കാരണം ഇവിടെ ഡിഡ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ഒരു പാസ്റ്റ് ടെൻസ് പറയുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഡിഡ് യു ഹാഡ് എന്ന് പറയാതെ ഡിഡ് യു ഹാവ് ആ വേർബിൻ്റെ ബേസ് ഫോം, അതായത് ഹാവ് വന്നത്. ഡിഡ് യു ഹാവ് എ പാർട്ടി യെസ്റ്റർഡേ? അപ്പോൾ എനിക്ക് എങ്ങനെ പറയണമെന്നിരിക്കട്ടെ, ഞങ്ങൾക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നേ എന്ന്. അപ്പോൾ അവിടെ അങ്ങനെ ഒന്ന് സ്ട്രെസ് ചെയ്ത് പറയണമെങ്കിൽ നമ്മളെങ്ങനെ പറയുക? വി ഡിഡ് ഹാവ് എ പാർട്ടി യെസ്റ്റർഡേ. കണ്ടോ, വി ഡിഡ് കഴിഞ്ഞ് ബേസ് ഫോം ഹാവ് ആണ് വന്നത്. വി ഡിഡ് ഹാഡ് അല്ല. വി ഡിഡ് ഹാവ് എ പാർട്ടി യെസ്റ്റർഡേ എന്ന് പറഞ്ഞു. നെഗറ്റീവ് എങ്ങനെ പറയും? ഞങ്ങൾക്ക് ഇന്നലെ ഒരു പാർട്ടി ഉണ്ടായിരുന്നില്ല. വി ഡിഡൻറ്റ് ഹാവ് എ പാർട്ടി യെസ്റ്റർഡേ എന്നാണ് അവിടെ വരിക. വി ഡിഡൻറ്റ് ഹാവ്. ഇനി മറ്റൊരെണ്ണം നോക്കാം. എനിക്ക് കഴിഞ്ഞ മാസം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി.
പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. അപ്പോൾ ഇംഗ്ലീഷിൽ ഐ ഹാഡ് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് മന്ത്. ഇനി ഇതിനൊരു ചോദ്യം ചോദിക്കണം. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം ആക്സിഡൻറ്റ് ഉണ്ടായോ? ഡിഡ് യു ഹാവ് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് മന്ത്? ചോദ്യം കേട്ടോ. ഡിഡ് യു ഹാഡ് എന്നല്ല ഞാൻ പറഞ്ഞത്. ഇനി ഇതിനെങ്ങനെയാണ് നമ്മളൊരു ഷോർട്ട് ആൻസർ ഫോം ചെയ്യുക? ഉണ്ടായി എന്നെങ്ങനെ പറയും? യെസ് ഐ ഡിഡ്. എവിടെ നിന്നാണ് നമുക്ക് ഈ ഡിഡ് കിട്ടിയത്? ആ ചോദ്യം നോക്കൂ. ഡിഡ് യു ഹാവ് ആൻ ആക്സിഡൻറ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ? ആ ഡിഡ്, ആ ഹെൽപ്പിംഗ് വേർബാണ് നമ്മളിവിടെ എടുത്തത്. യെസ് ഐ ഡിഡ്, യെസ് ഐ ഹാഡ് എന്നല്ല പറഞ്ഞത്. ഇനി ഉണ്ടായില്ല എന്നെങ്ങനെയാണ് ഷോർട്ടായിട്ട് പറയുക? നോ ഐ ഡിഡ്ന്റ് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഈ പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് വരുമ്പോൾ സബ്ജക്റ്റ് എന്തായാലും ശരി, ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്, ഏതായാലും ആ വേർബിൻ്റെ കൂടെ ഇ ഡി ചേർന്ന ഫോമാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ഐ പ്ലേഡ് എന്ന് പറയാം, അല്ലെങ്കിൽ വി എയ്റ്റ് എന്ന് പറയാം. എയ്റ്റ് എന്ന് പറയുന്നത് ഈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് കേട്ടോ. ഈറ്റിൻ്റെ കൂടെ ഇ ഡി ചേർക്കുകയല്ല ചെയ്യുന്നത്, എയ്റ്റ് എന്ന് വേറൊരു ഫോമിലാണ് നമുക്ക് ആ പാസ്റ്റ് ടെൻസ് കിട്ടുന്നത്. അതുപോലെയാണ് ഈ ഹാഡും. ഹാവിൻ്റെ കൂടെ ഇ ഡി ചേർക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഹാവ്ഡ് എന്നല്ല, ഹാഡ് എന്നാണ്. അതാണ് അവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് വരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ഹാവിൻ്റെ കൂടെ ഡു ഒക്കെ വരുന്നതെന്നാണ് അല്ലേ. അപ്പം അതിൻ്റെ ഒരു കേസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഈ സെൻറ്റൻസ് ഓർമ്മയില്ലേ? ഐ ഹാവ് എ സിസ്റ്റർ. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് നെഗറ്റീവ് ആക്കാനോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാനോ ഒക്കെ എങ്ങനെയാണ് ഈ ഹാവിൻ്റെ കൂടെ ഡു വരുന്നതെന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ, ഹാവ് ഒരു മെയിൻ വേർബായിട്ടാണ് വന്നത്. പക്ഷേ ഹാവ് ചിലപ്പോഴൊക്കെ ഹെൽപ്പിംഗ് വേർബായിട്ടും വരാറുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഐ ഹാവ് ക്ലീൻഡ് ദ റൂം. ഞാൻ മുറി വൃത്തിയാക്കിയിരിക്കുന്നു എന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ഹാവ് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഹാവ് ഹെൽപ്പിംഗ് വേർബായിട്ട് വരുമ്പോൾ അവിടെ പിന്നെ ഒരു ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്കാനോ വേറൊരു ഹെൽപ്പിംഗ് വേർബിൻ്റെ, ഡൂവിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. നമ്മൾ പറയാറില്ലേ എന്നെ ട്രോളാൻ ഞാൻ തന്നെ മതിയെന്ന്. അതുപോലെ ഈ ഹാവ് ഹെൽപ്പിംഗ് വേർബായിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ വേറൊരു ഹെൽപ്പിംഗ് വേർബിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ ഹാവ് വേറൊരു രൂപത്തിൽ വരുമ്പോൾ നമുക്ക് ചോദ്യം ചോദിക്കാനും നെഗറ്റീവ് ആക്കാനും എല്ലാം ഡൂവിൻ്റെ ആവശ്യം വേണ്ടി വരും. മുൻപ് കണ്ടതുപോലെ ഈ സെൻറ്റൻസ് നോക്കൂ. ഐ ഹാവ് ടു ക്ലീൻ ദ റൂം. ഇവിടെ ശ്രദ്ധിച്ചോ? ഐ ഹാവ് ടു ക്ലീൻ ദ റൂം. എനിക്ക് മുറി വൃത്തിയാക്കേണ്ടതുണ്ട്, അത് ചെയ്തേ പറ്റൂ എന്നാണ് ഈ പറയുന്നത്. നമ്മൾ പറയാറില്ലേ ഐ മസ്റ്റ് ക്ലീൻ ദ റൂം എന്ന്. ഇവിടെ മസ്റ്റ് ഒരു മോഡൽ വേർബാണെന്ന് പറയുമല്ലോ. അതുപോലെ ഒരു മോഡൽ വേർബായിട്ടാണ് ഈ ഹാവ് ടു വന്നിരിക്കുന്നത്. ഇവിടെ കണ്ടോ, ഹാവ് അല്ല, ഹാവ് ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലർ പറയും അതൊരു മോഡൽ വേർബാണെന്ന്, ചില ഗ്രമേറിയൻസ് പറയുന്നത് ഒരു സെമി മോഡൽ വേർബാണെന്നാണ്. എന്തും ആയിക്കോട്ടെ, ഹാവ് ടു എന്നുള്ള ഈ ഒരു രൂപത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് ഒരു ഹെൽപ്പിംഗ് വേർബായിട്ട് ഡൂവിൻ്റെ എല്ലാം ആവശ്യം വരാറുണ്ട്. നിങ്ങൾ ഈ സെൻറ്റൻസ് കണ്ടല്ലോ, അവിടെ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഹെൽപ്പിംഗ് വേർബിൻ്റെ ആവശ്യമുണ്ട്. ഡു അല്ലെങ്കിൽ ഡസ് അല്ലെങ്കിൽ ഡിഡ് ഇവിടെ ഉപയോഗിച്ചേ പറ്റൂ. അപ്പോൾ ഏതാ ഇവിടെ ഉപയോഗിക്കുക? സെൻറ്റൻസ് കണ്ടല്ലോ, ഐ ഹാവ് ടു എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഡു ആണ് ഒരു ചോദ്യം ചോദിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുക. ചോദിക്കേണ്ടത് ഇതാണ്, ഞാൻ ഈ മുറി വൃത്തിയാക്കേണ്ടതുണ്ടോ? ക്വസ്റ്റ്യൻ, ഡു ഐ ഹാവ് ടു ക്ലീൻ ദ റൂം? ഡു ഐ ഹാവ് ടു ക്ലീൻ ദ റൂം? ഇനി നെഗറ്റീവായിട്ട് പറയണമെങ്കിലോ, ഞാൻ ഈ മുറി വൃത്തിയാക്കേണ്ടതില്ല. ഐ ഡോണ്ട് ഹാവ് ടു ക്ലീൻ ദ റൂം. ഐ ഡോണ്ട് ഹാവ് ടു ക്ലീൻ ദ റൂം. ഇനി മറ്റൊരു സെൻറ്റൻസ്, അവർ നേരത്തെ വരേണ്ടിയിരിക്കുന്നു, വന്നേ പറ്റൂ. അപ്പോൾ അവർ എന്നാണ് പറഞ്ഞത്. ദേ ഹാവ് ടു കം ഏർലി. അവർ വരേണ്ടതില്ല എന്നെങ്ങനെ പറയും? നെഗറ്റീവ് ആക്കിയാൽ മതി, ഡോണ്ട് ചേർക്കണം. ദേ ഡോണ്ട് ഹാവ് ടു കം ഏർലി. ചോദ്യം എങ്ങനെ ചോദിക്കും? അവർ നേരത്തെ വരേണ്ടതുണ്ടോ? അവിടെ ഡു ആണ് ആഡ് ചെയ്യുക. ഡു ദേ ഹാവ് ടു കം ഏർലി? ഇനി ഇതിനെങ്ങനെയാണ് ഒരു ഷോർട്ട് ആൻസർ ഫോം ചെയ്യുക? അതേന്ന് എങ്ങനെ പറയും? യെസ് ദേ ഡു. ഈ ഡു എവിടെ നിന്നാണ് കിട്ടിയത്? ആ ചോദ്യം ചോദിക്കാൻ ഉപയോഗിച്ച ഹെൽപ്പിംഗ് വേർബില്ലേ ഡു, അതാണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. യെസ് ദേ ഡു. ഇനി വേണ്ടാന്ന് എങ്ങനെ പറയും? നോ ദേ ഡോണ്ട്. ഇനി മറ്റൊരെണ്ണം നോക്കാം, ശ്രദ്ധിച്ച് കേൾക്കണേ. അവന് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ഒരാളെക്കുറിച്ചാണ് പറയുന്നത്, അവൻ. അപ്പം എന്ത് പറയും ഇംഗ്ലീഷിൽ? ഹി ഹാസ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. ഹി ഹാവ് ടു എന്നല്ല കേട്ടോ അവിടെ വന്നത്. ഇനി അവന് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കണം. അപ്പോൾ അറിയാലോ, ഹെൽപ്പിംഗ് വേർബ് ആഡ് ചെയ്യണം. ഡു ഡസ് ഡിഡ് ഏതോ ഉപയോഗിക്കുക? ഹി ഹാസ് ടു എന്നാണ് സെൻറ്റൻസ്, ഹി ഒരാളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡസ് ആണ്. ഡസ് ഹി ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്? നേരത്തെ കണ്ടതുപോലെയാണ് ഇവിടെയും. ഡസ് ഹി കഴിഞ്ഞിട്ട് ഹാസ് അല്ല, ഡസ് ഹി ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ് എന്നാണ് വന്നത്. ഇനി നെഗറ്റീവ് ആക്കണം. ഹി ഡസൻ ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്. ശ്രദ്ധിച്ചോ? ഹി ഡസൻ ഹാവ് ടു സ്റ്റഡി ഫോർ ദ ടെസ്റ്റ്.
ഇപ്പം നമ്മൾ ഹാവ് ടുവും ഹാസ് ടുവും എങ്ങനെയാണ് വരുന്നതെന്ന് കണ്ടല്ലോ. ഇനി ഹാഡ് ടു എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സെൻറ്റൻസ് ശ്രദ്ധിക്കൂ കേട്ടോ. അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വന്നു. ഷീ ഹാഡ് ടു കുക്ക്. പാസ്റ്റ് ടെൻസ് ആണ്. ഷീ ഹാഡ് ടു കുക്ക് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി എനിക്കൊരു ചോദ്യം ചോദിക്കണം. അവൾക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ടി വന്നോ? അപ്പോൾ അവിടെ ചോദിക്കണമെങ്കിൽ ഒരു ഹെൽപ്പിംഗ് വേർബ് വേണം. അപ്പോൾ ഇവിടെ ഡു, ഡസ്, ഡിഡിൽ ഏതാ വരിക എന്ന് ഉറപ്പല്ലേ? ഡിഡ് അല്ലേ വരേണ്ടത്. അപ്പോൾ എങ്ങനെ വരും? ഡിഡ് ഷീ ഹാവ് ടു കുക്ക്. അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഡിഡ് ഷീ ഹാഡ് ടു അല്ല. കാരണം ഡിഡ് എന്ന് പറയുന്നത് തന്നെ പാസ്റ്റ് ടെൻസ് ആണ്. അത് കഴിഞ്ഞ് വീണ്ടും ഹാഡ് എന്ന പാസ്റ്റ് ടെൻസ് പറയുന്നത് തെറ്റാണ്. അപ്പോൾ ഡിഡ് ഷീ ഹാവ് ടു കുക്ക് എന്നാണ് ചോദ്യം വന്നത്. ഇനി ഇതെങ്ങനെ നെഗറ്റീവ് ആക്കും? അവൾക്ക് പാചകം ചെയ്യേണ്ടി വന്നില്ല. ഷീ ഡിഡിൻറ്റ് ഹാവ് ടു കുക്ക്. അവിടെയും ഷീ ഡിഡിൻറ്റ് ഹാഡ് ടു അല്ല, ഷീ ഡിഡിൻറ്റ് ഹാവ് ടു കുക്ക് എന്നാണ് സെൻറ്റൻസ് വരുന്നത്. അങ്ങനെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ഈ ഹാവിൻ്റെ കൂടെ എങ്ങനെയാണ് ഡു, ഡസ്, ഡിഡ് ഒക്കെ വരുന്നതെന്നാണ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്താണ് ഞാനിവിടെ 2-3 ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ശ്രദ്ധിച്ച് ചോദ്യങ്ങൾ കേട്ടിട്ട് ആൻസർ ചെയ്യൂ കേട്ടോ. ആദ്യത്തത് ഞാൻ ഇംഗ്ലീഷിൽ പറയാണ്, ഐ ഹാവ് എൻ അംബ്രേല. എനിക്ക് ഒരു കുടയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു കുടയുണ്ടോ എന്നാണ്. പക്ഷേ അത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ചോദിക്കുക? അതാണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹി ഹാസ് മെനി ഫ്രണ്ട്സ്. അവന് കുറേ കൂട്ടുകാരുണ്ട്. ഇതെങ്ങനെയാണ് നെഗറ്റീവ് ആക്കുക? അവന് കുറേ കൂട്ടുകാരില്ല എന്നെങ്ങനെയാണ് നിങ്ങൾ പറയുക? അതാണ് രണ്ടാമതായിട്ട് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഐ ഹാഡ് ടു വാഷ് ദ കാർ. എനിക്ക് കാറ് കഴുകേണ്ടി വന്നു. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടത് ഇതാണ്, നിങ്ങൾക്ക് കാറ് കഴുകേണ്ടി വന്നോ എന്ന്. ആ ചോദ്യം എങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കും? അതാണ് മൂന്നാമതായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഹോംവർക്ക് മനസ്സിലായല്ലോ. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്കെല്ലാം ഹെൽപ്ഫുള്ളായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതിൽ കാണാം. ബൈ.